പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, യേശുവിന്റെ രക്തത്താൽ നമ്മളെല്ലാവരും വീണ്ടെടുക്കപ്പെട്ടവരാണ്. കാരണം ദൈവം വചനമായി ലോകത്തിലേക്ക് വന്നപ്പോൾ ഈശോ ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ എഴുതപ്പെടുവാൻ ദൈവം ആഗ്രഹിച്ചു എന്ന സത്യം ഈ പ്രഭാതത്തില് അന്തരംഗത്തിലൂടെ കേൾക്കുവാൻ നിങ്ങൾക്ക് ദൈവം ഇടവരുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശു ഈ ലോകത്തിൽ കടന്നു വന്നത്, മനുഷ്യനായി അവതരിച്ചത് ദൈവത്തിന്റെ മക്കളെ ദൈവവുമായി സംയോജിപ്പിക്കാൻ മാത്രമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൽ അകന്നുപോയ മക്കൾ വചനമായി ലോകത്തിലേക്ക് കടന്നു വരുവാൻ കാരണമായത്, എല്ലാ സൃഷ്ടികളെയും വചനത്താൽ ദൈവം സൃഷ്ടിച്ചു. ആ സൃഷ്ടിയുടെ മകുടമായി മനുഷ്യനെ ദൈവം രൂപം കൊടുത്തു. വചനത്തിലൂടെ മനുഷ്യനെ സൃഷ്ടിച്ചില്ല. കാരണം ദൈവവാക്യത്താൽ മനുഷ്യനെ സൃഷ്ടിക്കാമായിരുന്നു. ദൈവം തൻ്റെ കൈകളാൽ നിർമ്മിക്കപ്പെട്ട മനുഷ്യനെ ദൈവത്തിന്റെ ഛായയിലും സദൃശത്തിലും സൃഷ്ടിക്കാൻ കാരണമായത്, ദൈവം മനുഷ്യനായത് യേശുവിന്റെ മക്കളായി സകല മനുഷ്യരും അറിയപ്പെടണം എന്ന ദൗത്യം ഈശോ ഏറ്റെടുത്തു എന്നതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദൗത്യവാഹകരായി നമ്മളെ ഓരോരുത്തരെയും ദൈവം വിളിക്കുന്നു. ഈ നോയമ്പ് കാലം ഫലദായകമാകുവാൻ, നിന്റെയും എന്റെയും ജീവിതത്തില് ദൈവത്തിന്റെ മഹത്വം കാണുവാൻ ഈശോ നമ്മളെ വിളിക്കുന്നതാണ് ലോക സുവിശേഷം 1-ാം അധ്യായത്തിൽ നമ്മളെ ഓർപ്പിക്കുന്നത്. അതാണ് ദൈവം വചനം മാംസമായത്. പ്രിയ മക്കളെ, ഈശോയുടെ വചനത്താൽ നമ്മൾ ഓരോരുത്തരും മാംസമായവരാണ്. കാരണം മാമോദീസായിലൂടെ മക്കളായവരാണ്. ഈ മക്കളുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ദൈവത്തെ നമുക്കറിയാം. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ഈ വചനം ഷെയർ ചെയ്യണമേ, എല്ലാവരും അറിയട്ടെ. ദൈവമക്കളായി നമ്മൾ രൂപപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.